ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആദ്യത്തെ ലോക എന്ന സിനിമയാണ്. ലോക ഡോമിനിക് ഡയറക്റ്റ് ചെയ്ത് ഡോമിനിക് തന്നെ തിരക്കഥ എഴുതി ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രം. ഒരു വെറൈറ്റി ആയിരുന്നു പടം. നമ്മുടെ പഴയ ഐതിഹ്യമാലികളെ കഥകളൊക്കെ പുതിയ രീതിയിലാക്കി ഒരു വെറൈറ്റി ചിത്രമാണ്. ഇത് ഉഗ്ര മേക്കിങ്ങുമായിരുന്നു അതിൻ്റെ. പിന്നെയുള്ളത് എക്കോ ആണ്. എക്കോ ദിൽജിത്ത് ആണ് ഡയറക്ടർ. ബാഹുൽ രമേശിൻ്റെ കഥയും തിരക്കഥയും, സന്ദീപ് നരേൻ വിനീതൊക്കെയാണ് മെയിൻ. അതൊക്കെ അവസാനമാകുമ്പോഴത്തേക്കും ഒരു ഉഗ്രൻ ക്രൈം ത്രില്ലറായി മാറുകയാണ് എക്കോ. രണ്ടാമത്തെ ചിത്രമാണ്. മൂന്നാമത്തെ ചിത്രം പൊന്മാൻ, ബേസിൽ ജോസഫിൻ്റെ പൊന്മാൻ. അത് GR ഇന്ദുവമനൻ്റെ 4-5 ചെറുപ്പക്കാരെന്ന നോവലിനെ ആസ്പദമാക്കി ചെയ്തൊരു ചിത്രമാണ്. അത് നല്ലൊരു ബ്ലാക്ക് ക്രൈം ചിത്രമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതായത് ബേസിൽ ഒരു വെറൈറ്റി കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ബേസിൽ ചെയ്യുന്നതിലും ഒരു വെറൈറ്റി കഥാപാത്രമാണ് പൊന്മാൻ്റെ കഥാപാത്രം. തീർച്ചയായും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്. മൂന്നാമത്തെ ടൂറിസ്റ്റ് ഫാമിലി, ഒരു ഫീൽ ഗുഡ് മൂവി കേട്ടോ. നല്ലൊരു അശ്വികുമാറിൻ്റെ പടം. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു വെറൈറ്റി മൂവിയിലേക്കാണ് അത് ടൂറിസ്റ്റ് ഫാമിലി മാറിയത്. അതിനകത്തെ ഇളയൊരു മകനായിട്ട് അഭിനയിച്ചിരുന്നു. അവൻ്റെ പ്രകടനം അടിപൊളിയായിരുന്നു. ടൂറിസ്റ്റ് ഫാമിലി നല്ലൊരു ഫീൽ ഗുഡ് മൂവി. പിന്നെ ഉള്ളത് നമ്മുടെ ബൈസൺ കാളമാടൻ ചിത്രം. മറ്റേ ധ്രുവ് വിക്രം അഭിനയിച്ച ബൈസൺ കാളമാടൻ. മാരി സെൽവരാജിൻ്റെ 4ാമത്തെ ചിത്രം. എനിക്ക് മാരി സെൽവരാജിൻ്റെ ഏറ്റവും നല്ല മേക്കിംഗ് ചിത്രങ്ങളോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളിലൊന്നാണ് ബൈസൺ കാളമാടൻ. നല്ല ഉഗ്രൻ മേക്കിങ്, പാട്ട്, അതിൻ്റെ കളറിങ് എല്ലാം ഉഗ്രനായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. ബൈസൺ കാളമാടൻ. പിന്നുള്ളത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായ തുടരും. മോഹൻലാലിൻ്റെ തുടരും. തരുൺ മൂർത്തിയാണ് സംവിധാനം. ഉഗ്രൻ പടം തന്നെയായിരുന്നു. നല്ലൊരു ക്രൈം ത്രില്ലർ. അവസാനമൊക്കെ കിടിലൻ പടമായിട്ടാണ് തുടരും എനിക്ക് തോന്നിയത്. പിന്നെയുള്ളത് ഓഫീസർ ഓൺ ഡ്യൂട്ടി, കുഞ്ചാക്കോ ബോബൻ്റെ. അതിൻ്റെ ഡയറക്ടർ ജിത്തു അഷ്റഫും റൈറ്റർ ഷാഹിദ് കബീറുമാണ്. ഷാഹിദ് കബീറിൻ്റെ ഒരു സ്ഥിരം മൂവിയാണ്. അന്നിലും കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയം അടിപൊളിയായിരുന്നു. നല്ലൊരു ക്രൈം ത്രില്ലറായിരുന്നു ഈ ചിത്രം. പിന്നുള്ളത് ഹിന്ദി ചിത്രമായ ദുരന്തർ. ഒരു പതിഞ്ഞ ഒരു താളത്തോടെയാണ് പടം തുടങ്ങിയത്. അതിൻ്റെ ആദ്യം വലിയ കൊട്ടിഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്യായ മേക്കിംഗ് എന്ന് വെച്ചാൽ അന്യായ മേക്കിംഗ് ആയിരുന്നു ദുരന്തറിൻ്റെ. ആ ഒരു 3.5 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തുമായിരുന്നു ചിത്രം. അതിനകത്ത് ഏറ്റവും അടിപൊളിയായത് വില്ലനായ അക്ഷയ് ഖന്നയുടെ പ്രകടനമാണ്. അക്ഷയ് ഖന്ന അവസാനം കിടിലൻ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അക്ഷയ് ഖന്ന നായകനേക്കാളും വില്ലനാണ് കലക്കിയത് ദുരന്തറിൽ. പിന്നെ ഉള്ള ചിത്രം ചവ്വ വിക്കി കൗശലാണ് നായകൻ. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്തെ വില്ലനായിട്ട് അക്ഷയ് ഖന്ന തന്നെ ഔറംഗസീബിൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു മേക്കിംഗ് ക്വാളിറ്റി സിനിമയായിരുന്നു. നല്ലൊരു രസമായിരുന്നു കാണാനത്. പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാലും മേക്കിങ്ങിൽ ചവ്വ നല്ലത് തന്നെയായിരുന്നു. ഇത്രയുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യൻ ഭാഷ ചിത്രങ്ങൾ ഈ വർഷത്തെ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ.